ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നെസ്ലന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. മോളിവുഡ് ടൈംസ് പറയുന്ന ഒരു പുതിയ ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മേക്ക് ഓവറിന്റെ ഒരു സ്റ്റില്ലാണ് അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്കായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളാണ് നെസ്ലന് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ടിക്കി ടാക്ക എന്ന് പറയുന്ന ആസിഫ് അലിയുടെ പുതിയ പടത്തിന്റെ ഭാഗമായിട്ടുള്ള നെസ്ലന്റെ ഒരു ലുക്കും ഇതിന് മുമ്പ് വൈറലായിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ഒരുപാട് പ്രശംസനീയമായിട്ടുള്ള ഒരുപാട് കമന്റുകളും പോസ്റ്റുകളാണ് അന്ന് നെസ്ലന്റെ ആ ഒരു പോസ്റ്റിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. അതേ മറിച്ച് ഇന്ന് ഇതേപോലെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പിക്ക് വന്നപ്പോൾ ആകെപ്പാടെ കളിയാക്കലുകളും വിമർശനങ്ങളുമാണ് നെസ്ലൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു ബോഡി ഷേമിംഗ് പോലെ തന്നെയാണ്. ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടുള്ള വേഷവിധാനങ്ങൾക്ക് അയാളുടെ ബോഡി അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടി തന്നെ വരും. അത് ഈ ഇപ്പോൾ നെസ്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ഓരോ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടവരാണ്. ഓരോ സിനിമാ നടന്മാരും അവർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന മേക്ക് ഓവറുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇവിടെ നസ്ലൻ മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഒരു മേക്ക് ഓവർ നടത്തിയപ്പോൾ, ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ അത് ധനുഷിന്റെ പഴയ കാലത്തൊരു സിനിമയിലെ ആ ഒരു മേക്ക് ഓവറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കളിയാക്കലുകളാണ് നസ്ലിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ കേസൊന്നല്ല ഇങ്ങനെ ഒരു കളിയാക്കൽ എന്ന് പറയുന്നത്. ഒരു സിനിമാ നടൻ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് നടന്മാർക്ക്, പ്രത്യേകിച്ച് സീനിയർ നടന്മാരായിട്ടുള്ള ലാലേട്ടൻ അടക്കം, ഇപ്പോൾ ഓഡിയൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ആ ഒരു ക്ലീൻ ഷേവും ആ ഒരു സംഭവത്തിൻ്റെ ലുക്കൊക്കെ ഒരുപാട് കളിയാക്കലായിരുന്നല്ലോ. അത് ഇപ്പോഴും ഒരുപാട് തവണ ഇമോജികളായിട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി ആയിക്കോട്ടെ, ഏതൊരു നടന്മാരായിക്കോട്ടെ, ഒരു സിനിമയുടെ ഭാഗമായിട്ട് കഥാപാത്രത്തിന് വേണ്ടി ഒരു പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് നമ്മുടെ വഴിക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പുതിയ 2-3 ചിത്രങ്ങൾ എന്തായാലും നെസ്ലിന്റെ മലയാളത്തിൽ നിന്ന് വരാൻ കിടക്കുന്നുണ്ട്. അത് നല്ല നല്ല ചിത്രങ്ങളായി മാറട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല പുതിയ പുതിയ സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.